സിനിമക്ക് അറിയില്ല കേട്ടോ എന്താന്നൊക്കെ. ഇതിനെ കൊണ്ട് സമ്മതപത്രത്തിലെ ഒപ്പൊക്കെ അടിയിപ്പിച്ചു. ഈ ചെറിയൊന്നും അല്ലേന്നു അപ്പോ. അല്ലാ എന്തൊക്കെയായിരുന്നു സിനിമകളവിടെ ഉണ്ടായത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെയും കൊണ്ടൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ആകെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എവിടുക്കാൻ എന്താന്നൊക്കെ വഴിയേ പറഞ്ഞു കേട്ടോ, വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞങ്ങൾ കച്ചേരിപ്പടി എത്തി. ഞാൻ അവിടെ പോയിട്ട് ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. സിനിമക്ക് അവിടെ പൂച്ച മാന്തി ഗൈസ്. അപ്പം ഞാൻ അവിടെ ഇഞ്ചക്ഷൻ ഉണ്ടോയെന്ന് ശ്രമിച്ചെടുക്കണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അത് ഫസ്റ്റ് ടൈം അവിടെ പൂച്ച അടിച്ചത്, പൂച്ച മാന്തണേ. എന്നാലും അവിടെ ഏകദേശം അവിടെ എത്താനായില്ലേ, നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്താനായി. ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും. ഇത് മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടിട്ട് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ വിളിച്ച് നമ്മളിവിടെ ഇറങ്ങി. അതിൻ്റെ ഉള്ളിലേക്ക് മാസ്ക് ഇടാതെ ആരും കയറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം മാസ്ക് ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മാസ്ക് ഇല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും വെറുതെ മാസ്ക് ഒക്കെ വാങ്ങിയാണ്ട് വേഗം ഇട്ടുകണം. അപ്പോൾ ഞങ്ങൾ നേരെ ഇഞ്ചക്ഷൻ റൂമൊക്കെ വന്നിട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അല്ല. ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ്, ഞങ്ങൾക്കൊരു അന്തമില്ല. ഇതിനെ കൊണ്ട് സമ്മതപത്രത്തിലെ ഒപ്പൊക്കെ അടിയിപ്പിച്ചു. അപ്പം ഇനി ഞങ്ങൾ കാഷ്വാലിറ്റി പോവുകയാണ്. അവിടെ എന്ത് തിരക്കാണല്ലോ. അപ്പോൾ കാഷ്വാലിറ്റിയിലെന്ന് വെച്ചിട്ട് കാഷ്വാലിറ്റി കുറേ നേരം നോക്കി നിന്നിട്ടോ. അപ്പോൾ അവിടെ അല്ലാണ്ട് ഇതാണ് പ്രിവെൻറ്റീവ് ക്ലിനിക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇവിടെ വന്നിട്ടോ നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കാൻ ടൈമായി ഗൈസ്. നോക്കി നോക്കാം, വിളിച്ചോക്കാം. ഞങ്ങൾ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് സൈന ചെയ്ത് ഒക്കെ സെറ്റ് ആയിക്കണം. അപ്പം ഇനി എന്താണ് ടെസ്റ്റ് അടിച്ച് വെക്കും. എന്നിട്ട് 20 മിനിറ്റ് ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ഡോസ് അടിക്കുള്ളൂ. അപ്പോൾ മുറിക്ക് ചുറ്റുമാണ് അടിക്കണത്. അപ്പോൾ ബ്ലോക്കിലില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മഞ്ചേരിക്ക് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നാലും പ്രശ്നമില്ല. എന്നിട്ട് അടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. എന്തായാലും 20 മിനിറ്റ് ഇവിടെ ഇരിക്കണം. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഡോസ് കയറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. സിനിമക്ക് അറിയില്ല കേട്ടോ എന്താന്നൊക്കെ. അവളാകെ ഇതായിക്കോ ഫുൾ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് അടിപൊളിയാണ്. എന്നാലും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കാണാം. ഷിനുമോക്ക് അങ്ങനെ ടെസ്റ്റ് ഡോസ് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ അലമ്പായിട്ടോ. ഞാനായതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ലാതെ അവൾ നിന്നിട്ട്. സിനിമ 4 സൂചി അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നമില്ല അല്ലേ. ഇന്നെന്തായാലും ഞങ്ങൾ ഇഞ്ചക്ഷൻ അടിച്ച് 10 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. മുറിക്ക് ചുറ്റുള്ള ഇഞ്ചക്ഷനാണ് അടിച്ചില്ല. 7 സൂചി അടിച്ചു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഫുൾ അത് തന്നെയാണ് പൂച്ച മാന്ത്, അതേപോലെ തന്നെ പൂച്ചൻ്റെ പല്ല് തട്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം അടിച്ചോളിട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അവസ്ഥയ്ക്കാരം മുറിൻ്റെ ചുറ്റും അടിക്കണ്ടേ. എടുത്തേക്കാൻ വേണ്ടി വന്നതാണ്. സിനിമോൾ ഇഞ്ചക്ഷനൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ 4 ഡോസും കൂടി അടിക്കാണ്ട്. അതിങ്ങനെ 3 ദിവസം ഇടവിട്ട് അടിക്കാനുള്ളത് ഇഞ്ചക്ഷനാണ്. ഈ ചെറിയൊന്നും അല്ലേന്നു അപ്പോൾ. അല്ലാ എന്തൊക്കെയായിരുന്നു സിനിമകളവിടെ ഉണ്ടായത്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ. ഇല്ലല്ലോ, വലിയ പ്രശ്നമില്ല. ഓള് കാണില്ലല്ലോ. ഇഞ്ചക്ഷൻ അടിച്ച ക്ഷീണത്തിൽ മന്തിയാണെന്നാണ് ഓളോടിച്ച്. അങ്ങനെ ഞങ്ങൾ മന്തി ഉണ്ടാവാൻ വേണ്ടി വന്നാണ്. ഓള് ചോറൊക്കെ ഇടാറ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കണം. അപ്പോൾ ഇനി ബസ് തപ്പിക്കൊണ്ട് നിൽക്കണ്ട. വായിച്ചൂടടി, വായിച്ചറിയില്ലേ. ബസ് തപ്പിക്കൊണ്ടിരിക്കണം ഗൈസ്. ഇവിടെയൊക്കെ ബസ്സുകളാണ്. കോഴിക്കോടാണല്ലോ റബ്ബേ. നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. അയ്യോ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ. കാത്തുക്കും.
അങ്ങനെ ഷിനിമോളെ സേഫായിട്ടുള്ള അമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ബസ് കയറിയിട്ട് പടപ്പറമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അസിമോളെ എടുക്കാൻ വേണ്ടിയിട്ട് ഷാന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ്. അപ്പം അസിമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഞാനിങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കാൻ പോയതാന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് അങ്ങനെ സീനൊക്കെ ആക്കി. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വേഗം ഷോപ്പിൽ കയറി പൈമ്പരിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടോളെ. അജിമോളെന്താ വന്നിക്കണോ? ഇന്റെ അടുത്ത് അജിമോളുണ്ട്. അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതേക്കും ടാറ്റാ.